വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നമുക്കറിയാം നേരത്തെയും ട്രൈബ്യൂണലിൽ നിന്ന് വലിയ തിരിച്ചടി വി അശോകിന്റെ കാര്യത്തിൽ സർക്കാർ നേരിട്ടതാണ്. ആ നിയമനമൊക്കെ സ്റ്റേ ചെയ്യുന്ന, ആ സ്ഥലമാറ്റം നടപടി സ്റ്റേ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അന്തിമ നടപടി? ഒപ്പം തന്നെ അജിത് കുമാറിനുമുണ്ടല്ലോ തിരിച്ചടി. അനുജ, ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഉത്തരവ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. 2014 കേഡർ നിയമങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള സ്ഥലം മാറ്റങ്ങൾ എന്നുള്ളതാണ് നിർദ്ദേശം. അതിൽ പ്രകാരം നേരത്തെ ബി അശോകിന്റെ 3ഓളം വരുന്ന ട്രാൻസ്ഫറുകൾ, അത് നമുക്കറിയാം ബി അശോകും സംസ്ഥാന സർക്കാരും തമ്മിൽ അത്ര നല്ല സ്വരത്തിലല്ലായിരുന്നു. പല ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും പിന്നീട് വിമർശനത്തിന് പിന്നാലെ അദ്ദേഹത്തെ മറ്റു വകുപ്പുകളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തതാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലമാറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കാറ്റിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് അനുകൂലമായ നടപടികളൊക്കെ നേടിയെടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അതിലാകത്തുകയായാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. 2014 കേഡർ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം ഒരു സുപ്രധാനമായ കാര്യം ഈ വിധിപ്പകർപ്പിൽ പറയുന്നത്, എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തികയിൽ ഉൾപ്പെട്ടത് എന്ന് കാറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനം അതൊരു ചോദ്യചിഹ്നത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ കാറ്റിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം കേരള IPS കേഡർ തസ്തികയിൽ എക്സൈസ് കമ്മീഷണർ പദവി ഇല്ല എന്നും കാറ്റ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കില IMG ഡയറക്ടർ സ്ഥാനവും IAS കേഡർ തസ്തിക എന്നും കാറ്റ് വ്യക്തമാക്കുകയാണ്. അങ്ങനെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ കാറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് എത്തും. നേരത്തെ ബി അശോകിന് കാറ്റിൽ നിന്ന് അനുകൂലമായ നിലപാട് ലഭിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തിയിരുന്നു. സ്വാഭാവികമായും ഈ ഉത്തരവ് ചോദ്യം ചെയ്തും ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിലേക്ക് ഹൈക്കോടതിയിലേക്ക് പോകും എന്ന എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ വിഷ്ണു? ഈ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും ഹൈക്കോടതിയിലേക്ക് പോകുക. നേരത്തെ ബി അശോകിന്റെ കേസുമായി ബന്ധപ്പെട്ട് ബി അശോകിനെ കാറ്റിൽ നിന്ന് അനുകൂലമായി ഉത്തരവുണ്ടായ പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തിയിരുന്നു. നിയമങ്ങൾ പാലിച്ചാണ് ട്രാൻസ്ഫർ നടത്തിയത്, അതിൽ മറ്റ് രാഷ്ട്രീയ വിരോധങ്ങളൊന്നുമില്ല, അതൊരു രാഷ്ട്രീയ ട്രാൻസ്ഫർ അല്ലേ എന്ന് കോടതി ആവർത്തി ചോദിച്ച ഘട്ടത്തിൽ അങ്ങനെയില്ല, ഇതിൽ ചില കൃത്യമായ നിയമങ്ങൾ പരിശോധിച്ച് നിയമങ്ങൾ പാലിച്ചാണ് ഈ ട്രാൻസ്ഫറുകൾ നടത്തിയതെന്നുള്ള വിശദീകരണമാണ് അന്ന് കോടതിയിൽ സർക്കാർ നൽകിയത്. സ്വാഭാവികമായും ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അത് ഇപ്പോൾ ഈ വിധിപ്പകർപ്പ് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ആ നടപടിയിലേക്ക് കടക്കുക. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.